വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ആധ്യാത്മിക നന്മയ്ക്കും പുരോഗതിക്കുമായി ജീവിതം ബലിയായി സമർപ്പിച്ച ധന്യജീവിതം. ഇന്ന് നമ്മൾ ചാവറയച്ചൻ്റെ ജീവിതം പരിചയപ്പെടുന്നു. വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ 1805 ഫെബ്രുവരി 10 ജനനം. 1829 നവംബർ 29 പൗരോഹിത്യം സ്വീകരിച്ചു. 1831 മെയ് 11 CMI സന്യാസ സഭ സ്ഥാപിച്ചു. 1866 ഫെബ്രുവരി 13 CMC സന്യാസിനി സഭ സ്ഥാപിച്ചു. 1871 ജനുവരി 3 ചാവറയച്ചൻ ഇഹലോകവാസം വെടിഞ്ഞു. 1986 ഫെബ്രുവരി 8 ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടു. എങ്ങനെയുണ്ട് ബോട്ടിലെ യാത്ര? ഇത് പമ്പയാറാണ്. ഇനി നമ്മൾ ഈ പമ്പയാറിന്റെ കൈവഴിയിലേക്ക്, കുറച്ച് ഇടുങ്ങിയ കൈവഴിയിലേക്ക് പോവാണ്. ഇപ്പോഴും ഈ കൈനഗിരിയിൽ ആളുകൾ യാത്രയ്ക്ക് ബോട്ടിനെയാണ് ആശ്രയിക്കുന്നത്. ഇനി കൈനഗിരിയിൽ ചാവറയാണ് അച്ഛൻ്റെ കുടുംബ പേര്. അപ്പച്ചൻ കുര്യാക്കോസ്, അമ്മ മറിയം, 6 മക്കള്. അതിൽ ഏറ്റവും 6ാമത്തെ ആളായിരുന്നു നമ്മുടെ കൊച്ചു കുര്യാക്കോസ് എന്നായിരുന്നു എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു ചേട്ടനാണുള്ളത്. ചേട്ടൻ്റെ പേര് ജോസഫ്. 4 ചേച്ചിമാർ. ചേട്ടനും ചേച്ചിമാരും എല്ലാവരും വിവാഹിതരായി. കുഞ്ഞിലെ ഉള്ള കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ചാവറയച്ചനെ ഏറ്റവും അധികം സ്വാധീനിച്ചിരുന്ന ആൾ അമ്മയായിരുന്നു. ചാവറയച്ചൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വാഴ്ത്തപ്പെട്ടവരെയും ധന്യരെയും കുറേ ആളുകളെ പരിചയപ്പെട്ടു. പക്ഷെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്നൊരു വ്യത്യസ്തത ചാവറയച്ചൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. നല്ലൊരു സാഹിത്യകാരനായിരുന്നു നമ്മുടെ ചാവറയച്ചൻ. ചെറുപ്പത്തിലേ തൊട്ട് ധാരാളം വായിക്കുമായിരുന്നു. അച്ഛൻ്റെ ഈ ചാവറ സൂക്തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ, ചാവറ സൂക്തങ്ങൾ. ഇന്ന് ധാരാളം ആൾക്കാർക്ക് അതൊരു വെളിച്ചമാണ്. അതിനകത്തൊരു കാര്യം പറയുന്ന ഇതാണ്: വായനാശീലമുള്ള ഒരാൾക്ക് ഒരിക്കലും ഏകാന്തത ഉണ്ടാകില്ല. ഇപ്പം നമ്മളിങ്ങനെ വളഞ്ഞ് കുറച്ചുകൂടി ഒരു ഇടുങ്ങിയ വഴി കൂടെ പോകുന്നത്, വെള്ളത്തിൽ കൂടെ പോകുന്നത് അല്ലേ? പറയുന്നത് കേൾക്കുന്നതിനോടൊപ്പം ചുറ്റുമൊക്കെ കാണുന്നത് നമ്മൾക്ക് ഇനി വല്ലപ്പോഴും കിട്ടുന്നൊരു അവസരമാണ് ഇതൊക്കെ കാണാനായിട്ട് അല്ലേ? അപ്പോൾ ചാവറയച്ചനെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി അമ്മയായിരുന്നു. അപ്പോൾ രാത്രി കാലങ്ങളിൽ അമ്മ ഇങ്ങനെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും, കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ മടിയിലിരുത്തിയും അടുത്തിരുത്തിയും കുഞ്ഞു കുഞ്ഞു സുഹൃത ജപങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലിക്കുന്നതും ഒക്കെ അച്ഛനിങ്ങനെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന, അല്ലാതെ മനസ്സിൽ തട്ടി നിൽക്കുന്ന അനുഭവങ്ങളാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ പറഞ്ഞാൽ ഉടനെ അനുസരിക്കുമോ? സത്യമാണോ? പെട്ടെന്നൊന്നും അങ്ങനെ അനുസരിക്കത്തില്ല അല്ലേ? ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞ്, 2 പ്രാവശ്യം പറഞ്ഞ്, പലതവണ പറഞ്ഞാലായിരിക്കും നമ്മൾ ചിലപ്പോൾ അനുസരിക്കുന്നത്. പക്ഷേ കൊച്ചു കുര്യാക്കോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത്: ചെറുപ്പകാലങ്ങളിൽ എൻ്റെ അമ്മയുടെ ഒരു നോട്ടം മതിയായിരുന്നു തിരുത്താൻ. അതായത് ഈ അമ്മ പരിശുദ്ധാത്മാവിനോട് ഭയങ്കര ഭക്തിയുള്ള ആളായിരുന്നു. പരിശുദ്ധാത്മാവ് ആരാ? നമ്മുടെ സഹായകൻ അല്ലേ? പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. ഈ ഒരു ബോധ്യം അന്ന് തൊട്ടേ ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് ആയിരുന്നു അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അങ്ങനെ തന്നെ ആത്മാവിനെ കൂട്ടുപിടിക്കാനുള്ളൊരു ചൈതന്യം ഈ കൊച്ചു കുര്യാക്കോസിന് അമ്മ കൊടുത്തിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ചാവറയച്ചൻ്റെ ചാവരുൾ, അത് ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് ആയിരുന്ന ചാവറയച്ചനിലൂടെ അന്ന് പരിശുദ്ധാത്മാവ് എഴുതി വെച്ച കുറേ കാര്യങ്ങൾ ഇന്ന് അനേകം കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും, പ്രത്യേകിച്ച് ദൈവവിളി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയൊരു മാർഗനിർദ്ദേശവും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചാവറയച്ചൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഇതാണ്: നമുക്ക് ഓരോരുത്തർക്കും ഒരു നിയോഗമുണ്ട് അല്ലേ? നമ്മൾ ഓരോരുത്തരെയും ഭൂമിയിലേക്ക് ദൈവം അയക്കുന്നത് ദൈവത്തിൻ്റെ കുറേ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിറവേറ്റാനായിട്ടാണ്. ചാവറയച്ചൻ ആ ഒരു ബോധ്യവും വെളിച്ചവും കിട്ടി. അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനുള്ളതാണെന്നുള്ളൊരു ബോധ്യത്തിൽ ഈശോയുടെ ഇഷ്ടം അറിഞ്ഞ് അത് ആ ഒരു വെളിച്ചം അനേകരിലേക്ക് പങ്കുവയ്ക്കാനായിട്ട് ചാവറയച്ചൻ കാരണമായി. അച്ഛൻ്റെ ഒരു ജീവിതം നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് അതാണ്. നമ്മളിപ്പം വൈകാതെ തന്നെ അച്ഛൻ്റെ വീട്ടിലെത്തും. ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ജീവിത രീതികളൊക്കെ ഇങ്ങനെയാണ്. ഇങ്ങനെ ഈ ബോട്ടിനെയൊക്കെ ആശ്രയിച്ചും അത്രയും കഷ്ടപ്പാട് നിറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്ന് അച്ഛൻ വന്നത്. പിന്നീട് അച്ഛനെ ഒരുപാട് സഹനങ്ങളിലൂടെ ദൈവം പരിശീലിപ്പിച്ചു എന്നുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും തകർച്ചകളും എല്ലാം ദൈവം നമുക്ക് നൽകുന്ന പരിശീലനമാണ്. നമ്മളിപ്പോൾ തന്നെ അച്ഛൻ്റെ വീട്ടിലേക്ക് എത്തും. നിങ്ങൾക്ക് ഇഷ്ടമായോ യാത്ര? ഇങ്ങനെ നിങ്ങൾ ബോട്ടിൽ പോയിട്ടുണ്ടാവില്ല അല്ലേ? ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് കൊച്ചു ഊട് വഴികളിലൂടെ ഇങ്ങനെ രസമുണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ ചാവറയച്ചൻ ജനിച്ച വീട്.
കണ്ടോ, തടി കൊണ്ടാണ് അതിൻ്റെ, നമ്മൾ സാധാരണ ഭിത്തിയൊക്കെ സിമെൻ്റൊക്കെ വെച്ചല്ലേ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ ഉൾവശത്ത് കയറിയറിയാം ഭിത്തിയുടെ ഭാഗം മുഴുവൻ തടിയാണ്. അത് പഴയ രീതിയിലുള്ള, പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ വീടുകളൊന്നും നമുക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല. അത് കണ്ടോ, തടി അറിയുണ്ടാണ് കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത്. അകത്ത് പത്തായം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പത്തായപ്പുര എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ പത്തായം? ഇല്ല. എന്നാൽ ഇതിനുള്ളിൽ പത്തായമൊക്കെ ഉണ്ട്, നമുക്കത് കാണാം. നമുക്കിവിടെ ഇരിക്കാമേ. കുര്യാക്കോസ് എന്ന വാക്ക് ഏത് ഭാഷയാണെന്നറിയോ? സുറിയാനി ഭാഷയാണ്. ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ കർത്താവിൻ്റെതാണ്. അപ്പോൾ ആ പേര് പോലെ തന്നെയായിരുന്നു നമ്മുടെ കുര്യാക്കോസ് അച്ഛൻ്റെ ജീവിതം, അല്ലേ? ശരിക്കും അച്ഛൻ വൈദികനായി കഴിഞ്ഞിട്ടാണ് കുര്യാക്കോസ് ഏലിയാസ് എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. അതിന് മുമ്പ് ഈ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പം അച്ഛൻ്റെ ജീവിതവും അച്ഛൻ്റെ വൈദിക ജീവിതത്തിലേക്ക് പോയി പിന്നീട് ധാരാളം കാര്യങ്ങൾ അച്ഛൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫോർമേഷൻ, പരിശീലനം മുഴുവൻ അച്ഛന് കിട്ടിയിരുന്നത് ഈ വീട്ടിൽ നിന്നാണ്. 11ാമത്തെ വയസ്സിലാണ് അച്ഛൻ സെമിനാരി ചേരാനായിട്ട്. അതായത് അച്ഛൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്നത്തെ പോലെ സെമിനാരികളില്ല. മൽപ്പാനേറ്റുകൾ, അത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. മൽപ്പാനേറ്റ് എന്ന് പറഞ്ഞാൽ ഇടവകയോട് ചേർന്ന് വൈദികരാകാൻ ആഗ്രഹമുള്ള കൊച്ചുങ്ങളെ വികാരി അച്ഛൻ കൂടെ താമസിപ്പിക്കും. അച്ഛൻ്റെ കൂടെ താമസിപ്പിച്ച് ഇവർക്ക് പ്രാർത്ഥിപ്പിക്കുകയും ഇവർക്ക് ക്ലാസ് കൊടുക്കുകയും അങ്ങനെ പരിശീലിപ്പിച്ച് അങ്ങനെയാണ് വൈദിക വൃത്തിയിലേക്ക് ഇവർ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ കൊച്ചു കുര്യാക്കോസിൻ്റെ 11 വയസ്സുള്ളപ്പോഴാണ് ഫാമിലിയിൽപ്പെട്ട അച്ഛൻ തോമ പാലക്കൽ എന്ന് പറഞ്ഞ അച്ഛനിങ്ങനെ വൈദികാർത്ഥികളായ അല്ലെ സെമിനാരി ചേരാൻ പറ്റിയ ആൺകുട്ടികളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു ഇളയമ്മയുടെ വീട്ടിൽ ചെല്ലും പറയും ഇങ്ങനെ ഇവിടെ ഒരു കൊച്ചുണ്ട്, കുര്യാക്കോസ് എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടെന്ന് പറയും. അങ്ങനെ അച്ഛൻ വരികയാണ്, നമ്മുടെ കുര്യാക്കോസ് അച്ഛൻ്റെ ഈ വീട്ടിൽ വരിക. പാലക്കലച്ഛൻ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇവൻ കൊള്ളാം, ഇവന് കർത്താവിൻ്റെ കൊച്ചാ, ഇവനെ ഇങ്ങ് തന്നേക്കണം, സെമിനാരിയിലേക്ക് വിട്ടേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ല. അപ്പം അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് കുര്യാക്കോസ് പ്രാർത്ഥിക്കുന്നതും ഒരു ഈശോയെ സ്നേഹിച്ച് നല്ല കുഞ്ഞായിട്ട് വളരണം എന്നുള്ള അമ്മയ്ക്ക് ആഗ്രഹം. പക്ഷേ ഇളയ മോന ഭയങ്കര അറ്റാച്ച്മെൻറ്റ് അമ്മയ്ക്കുണ്ട്. അപ്പോൾ സെമിനാരിയിലേക്ക് വിടാനായിട്ട് ഭയങ്കര വിഷമം തോന്നും. എന്നാൽ നമ്മുടെ കുര്യാക്കോസിനാണെങ്കിൽ കേട്ടപാട് അയ്യോ എനിക്ക് അച്ഛനാവണം എന്നുള്ള ഭയങ്കര ത്രില്ലിലാണ്. അങ്ങനെ അപ്പം ഒരു തീരുമാനമായി പാലക്കലച്ഛൻ്റെ കൂടെ അല്ല, ഈ ചേന്നങ്കരി ഇടവക, ചേന്നങ്കരിയിലെ വികാരിയച്ഛൻ്റെ കൂടെ പഠിക്കട്ടെ. അങ്ങനെ ഒരു വർഷം ചേന്നങ്കരിയിലെ വികാരിയച്ഛൻ്റെ കൂടെ മൽപ്പാനേറ്റിൽ ചേർന്ന് പരിശീലനം നേടി. അത് കഴിഞ്ഞിട്ട് അർത്തുങ്കൽ പള്ളിപ്പുറം സെമിനാരിയിലേക്ക് നമ്മുടെ കുര്യാക്കോസ് പോയി. അവിടെ ആയിരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ ആലപ്പുഴ ഭാഗത്ത് വല്ലാത്തൊരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. ഇന്നത്തെ പോലെ ചികിത്സാ സംവിധാനങ്ങളൊന്നുമില്ല, ആളുകൾ മരിക്കുക നിർവാഹമുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം പെട്ടെന്ന് ചേട്ടൻ ജോസഫ് ഈ പകർച്ചവ്യാധിപ്പെട്ട് മരിച്ചു. അന്നേരം അദ്ദേഹം വിവാഹിതനായിരുന്നു, ഭാര്യ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. തൊട്ടു പുറകെ അപ്പച്ചൻ മരിച്ചു, അത് കഴിഞ്ഞ് അമ്മയും മരിച്ചു. ഈ 3 മരണങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ബന്ധുക്കളൊക്കെ ഓർത്തു കുര്യാക്കോസിനെ വിവരം അറിയിക്കാം. അങ്ങനെ ഇവിടുന്ന് സെമിനാരി ചെല്ലുകയാണ്. ബന്ധുക്കൾ ചെന്ന് പതുക്കെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്ന 3 ആളുകളാണ്. അതിൽ അമ്മയോടായിരുന്നു ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഒന്നും ഇനി കാണാനേ പറ്റത്തില്ല, ഇവർ 3 പേരും വേർപെട്ട് പോയി എന്നുള്ളത് കേൾക്കുമ്പം ഇവർക്ക് പറയാൻ ചെല്ലുന്നവർക്കും വല്ലാത്തൊരു വിഷമം. ഇതെങ്ങനെ കുര്യാക്കോസ് അതെങ്ങനെ എടുക്കും എന്നറിയത്തില്ല. അപ്പോൾ അവരും അങ്ങനെ എന്തായാലും വളരെ പതിയെ ഓരോന്ന് പറഞ്ഞ് വല്ലാണ്ടങ്ങ് കരഞ്ഞ് തളർന്നിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നേരെ എങ്ങോട്ടായിരിക്കും പോയത്? സെമിത്തേരിയിലേക്കാണ് പോയത് അല്ലേ? സെമിത്തേരി പോയി 3 കുഴിമാടങ്ങളിൽ അവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു. എന്നിട്ട് മനസ്സിലിങ്ങനെ ഞാൻ ഇനി ഭൂമിയിൽ ഒറ്റയ്ക്കാണ്. പിന്നെ സഹോദരിമാരല്ലേ ഉള്ളൂ, അവരെല്ലാം 4 പേരും വിവാഹം കഴിച്ചു. ഞാൻ ഇനി ഭൂമിയിൽ ഒറ്റയ്ക്കാണെന്നുള്ളൊരു വല്ലാത്ത വീർപ്പുമുട്ടലുണ്ടായി. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മാവന്മാരും ചിറ്റപ്പന്മാരെല്ലാവരോടും ഒരു തീരുമാനം എടുത്തു. എന്തായിരിക്കും? കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഇനി നീ സെമിനാരി പോകണ്ട, കുടുംബം അന്യം നിന്ന് പോകും. ചേട്ടനുണ്ടായിരുന്നു, ചേട്ടൻ മരിച്ചു. ഇനിയിപ്പോൾ കുടുംബം പാരമ്പര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ അടുത്ത തലമുറ എന്നൊക്കെ പറയുമ്പോൾ ഇനി ആരും ഇല്ല, അതുകൊണ്ട് ഈ കുടുംബത്തിൽ തന്നെ നിൽക്ക്, കല്യാണം കഴിക്കണം. അപ്പോൾ ഒന്നും മിണ്ടത്തില്ല. ഈ പൊതുവേ നമ്മുടെ കുര്യാക്കോസച്ചൻ വളരെ മിതഭാഷ, ഒരുപാട് വർത്താനമൊന്നും പറയത്തില്ല, ഇവരോടൊന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഭയങ്കര സംഘർഷമാണ്. തിരിച്ചു പോയേ പറ്റത്തുള്ളൂ. അച്ഛന് വളരെ ക്ലിയറാണ് എൻ്റെ ദൈവവിളി വൈദികനാകുക എന്നുള്ളത്. അതിൽ ആര് പറഞ്ഞാലും മാറ്റമില്ല. ഞാൻ കർത്താവിൻ്റെതാണ്, ആ പേര് പോലെ തന്നെ അതിങ്ങനെ ഉള്ളിൽ ഉറപ്പിച്ചിരുന്നു. അപ്പോൾ ഇവർ വളരെ സമ്മർദ്ദം ചെലുത്തി പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ വീട്ടിൽ നിർബന്ധപൂർവ്വം നിർത്താനൊക്കെ നോക്കി. പക്ഷേ
അച്ഛൻ ഈ സമയത്ത് എടത്തുവായിലുള്ളൊരു സഹോദരി, വിവാഹം കഴിച്ച ഒരു സഹോദരിയോട് പറഞ്ഞു, എനിക്ക് എന്തായാലും തിരിച്ചു പോയേ പറ്റത്തുള്ളൂ. അവസാനം പെങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ഇത്. വൈദികനാകുന്ന അത് 1829 ജാനുവരി 29-നാണ്. അന്ന് വൈദികനായി കഴിയുമ്പോഴത്തേക്ക് കുര്യാക്കോസിൻ്റെ കൂടെ ഏലിയാസ് എന്നൊരു പേരും കൂടെ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നാണ് അച്ഛൻ്റെ ഒഫീഷ്യൽ പേര്. ഈ ഏലിയാസ് എന്നൊരു പേര് സ്വീകരിക്കാൻ എന്തായിരിക്കും കാര്യം? ബൈബിളിൽ അങ്ങനെ ഒരാളുണ്ടോ? ആരാ? ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകനെ കുറിച്ച് എന്താ പറയുന്നത്? ഭയങ്കര തീക്ഷ്ണതയുള്ള ആളായിരുന്നു അല്ലേ? ഒരു ബൈബിളിലെ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നത്, ഏലിയ നീ എന്ത് ചെയ്യുന്നു? കർത്താവെ അങ്ങനെയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണെന്ന് ഏലിയ കർത്താവിന് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയും ഈ ഏലിയ പ്രാർത്ഥിച്ചപ്പോഴാണ് മഴ നിന്നു, മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു, മഴ പെയ്തു. അങ്ങനെ ബൈബിളിൽ കൃത്യമായിട്ട് ഏലിയ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു പ്രവാചകനോടുള്ളൊരു ഇഷ്ടവും ആ ഒരു തീക്ഷ്ണത എൻ്റെ ദൈവവിളിയിൽ കാത്തു സൂക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് ആ പേര് കൂടി സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് അച്ഛനായി തുടർന്ന് ഈ ആലപ്പുഴയിലുള്ള പല ഇടവകകളിലായിരുന്നു സേവനം അനുഷ്ഠിച്ചിരുന്നത്. ആ നാളുകളിൽ ചെയ്തിരുന്നൊരു കാര്യം, അച്ഛൻ്റെ മെയിൻ ഒരു ശ്രദ്ധ കുടുംബങ്ങൾ തന്നെയായിരുന്നു. കുടുംബങ്ങളിൽ പോകും, തർക്കവും വഴക്കും പിണക്കവും ഉള്ളവരടുത്ത് അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച്, അച്ഛനൊരു പ്രത്യേക കൃപയുണ്ടായിരുന്നു. ഈശോ ആ ഒരു കൃപ അച്ഛൻ്റെ ഉള്ളിൽ കൊടുത്തു. അങ്ങനെ തർക്കവും പ്രശ്നമൊക്കെ ഉള്ളവരടുത്ത് അതെല്ലാം പരിഹരിച്ച് അവരെല്ലാം സ്നേഹത്തിലാക്കാനായിട്ട് അച്ഛൻ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് കുടുംബങ്ങളിലെ പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന. അത് ഈ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു പരിശീലനമാണ്. ഇപ്പം നമുക്കറിയാം, നമ്മളുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബേസിക് ചെറുപ്പം മുതലേ കിട്ടുന്ന നമ്മുടെ പരിശീലനം അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം മുമ്പോട്ട്. നാളെ നമ്മൾ ഏത് ദൈവവിളിയിൽ പ്രവേശിച്ചാലും ആ പരിശീലനം മുഴുവൻ നമുക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും. അത് ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അത് കാരണമായി തീരും. അപ്പോൾ കുര്യാക്കോസ് അച്ഛനെ സംബന്ധിച്ചെടുത്ത് ഈ ചെറുപ്പം മുതലേ കിട്ടിയ അതേ പരിശീലനം എല്ലാ കുടുംബങ്ങളിലും സന്ധ്യാമണി അടിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ തിരുക്കുടുംബത്തിനോട് വലിയ ഭക്തി, അത് അമ്മ പറഞ്ഞു കൊടുത്തു, അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. തിരുക്കുടുംബത്തിനോടുള്ള ഭക്തി. അച്ഛൻ മരിക്കുന്നവരെ അച്ഛൻ്റെ മുറിയിൽ ഒരു തിരുക്കുടുംബത്തിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛന് 8 വയസ്സുള്ളപ്പോഴായിരുന്നു അപ്പനും അമ്മയും കൊണ്ടുപോയി മാതാവിന് അടിമ വെച്ച് മാതാവിന് ഭരമേൽപ്പിക്കുകയാണ്. പിന്നീട് അത് കഴിഞ്ഞ് അച്ഛൻ സന്യാസ സഭ സ്വീകരിക്കുമ്പോഴും കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് CMI ശരിക്കും അന്ന് മാതാപിതാക്കൾ മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അച്ഛൻ്റെ ജീവിതം മുഴുവൻ മാതാവിൻ്റെ ഈ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മാമോദീസായിലൂടെ എനിക്ക് ലഭിച്ച വരപ്രസാദം നഷ്ടപ്പെടാതെ കാക്കാൻ തിരുക്കുടുംബം എന്നെ സഹായിച്ചു. ഈശോ മറിയ ഔസേപ്പ് തിരുക്കുടുംബം എന്നെ സഹായിച്ചു. നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ മാമോദീസായിലൂടെ നമുക്കും ഇതുപോലെ പാപത്തെയും എല്ലാത്തിനെയും തിന്മകളെയും വെറുത്തുപേക്ഷിച്ച് ജീവിക്കാനുള്ളൊരു ശക്തി മാമോദീസായിലൂടെ നമുക്ക് ആ ഒരു വരപ്രസാദം നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. അച്ഛൻ്റെ ഒരു ബോധ്യം, മാമോദീസായിലൂടെ കിട്ടിയ വരപ്രസാദം ഒട്ടും നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ സാധിച്ചു. അപ്പം നമുക്കിനി അകത്ത് കയറി കാണാമല്ലേ അല്ലേ? നിലവറയും പത്തായപ്പരയൊക്കെ വാ. ഈ മുറിയാണ്, ഇത് നമ്മുടെ ചാവറയച്ചൻ ജനിച്ച മുറിയായത്. കണ്ടോ, നിങ്ങൾ കണ്ടോ ഇതിൻ്റെ തടി കണ്ടോ? ഇത് ഓല മേഞ്ഞിരിക്കുക കണ്ടോ? അങ്ങനെ നമ്മൾ മാന്നാനത്തെത്തി. ഇവിടെയാണ് ചാവറയച്ചൻ പണി കഴിപ്പിച്ച സെൻറ്റ് ജോസഫ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. അതിന് പുറമെ ചാവറയച്ചൻ 32 വർഷം ഇവിടെ താമസിച്ചിരുന്നു. അച്ഛൻ താമസിക്കുന്ന മുറി, ഖബറിടം, പിന്നീട് ഇവിടെ CMI സന്യാസ സഭ നടത്തുന്ന സ്കൂളും, അതെല്ലാം ഒരു വലിയ കോമ്പൗണ്ടായത്. മാത്രമല്ല നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റെപ്പില്ലേ, ഓക്കെ, എന്തോരം ഉയരത്തിലാണ് ഇങ്ങനെ കിടക്കുന്നത്. ഈ സ്റ്റെപ്പിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പിൽ കൂടെ വരുമ്പോഴേ ഇതിൻ്റെ ഇരുവശങ്ങളിലും എന്താ കാണുന്നത്? കുരിശിൻ്റെ വഴി അല്ലേ? അതായത് ചാവറയച്ചൻ 1831 ഈ മാന്നാനത്തെ ഈ മല വാങ്ങി. ആ സമയത്ത് ഇതുപോലെ സ്റ്റെപ്പൊന്നുമില്ല, വലിയ പാറക്കൂട്ടമാണ്. പക്ഷേ ആ സമയത്ത് അച്ഛനൊരു കാര്യം ചെയ്തതാണ്, കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളിൽ ഇതേ സ്പോട്ടിൽ 14 കുരിശുകൾ നാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1800 ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുരിശിൻ്റെ വഴിയൊന്നും അത്ര കേരളത്തിൽ അങ്ങനെ പ്രചാരത്തിലായിട്ടില്ല. അപ്പം വിശ്വാസികൾ ഈ കുരിശിൻ്റെ വഴി, ഈശോയുടെ കുരിശിൻ്റെ വഴി ധ്യാനിച്ച് കൂടുതൽ പ്രാർത്ഥനയിലേക്കും കർത്താവിലേക്കും അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് 1831 3 വൈദികർ കൂടിയാണ് ഈ സ്ഥലം വാങ്ങുന്നത്. അതായത് ചാവറയച്ചന് മുൻപേ ഉള്ള സീനിയേഴ്സ് ആയിട്ടുള്ള 2 വൈദികരുണ്ടായിരുന്നു. അത് 2 തോമസ് എന്ന പേരുള്ള അച്ഛന്മാരായിരുന്നു, പാലക്കലച്ഛനും പോരൂക്കര അച്ഛനും. അപ്പോൾ ഇവർ 2 വർഷത്തോളം ഇങ്ങനെ ആശ്രമം പണിയാൻ ഒരു
സ്ഥലം അന്വേഷിച്ച് നടക്കുക. അപ്പോൾ ഈ സ്ഥലത്തിന് ഒരു 3 കാര്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ട് വെച്ചിരുന്നത്. ഒന്ന്, ഒരു കുന്നിൻ്റെ മുകൾ, മലയുടെ മുകളിലായിരിക്കണം. രണ്ടാമത്, ഈ കുടിവെള്ളത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവണം. മൂന്നാമതൊരു കാര്യം, അന്ന് യാത്രാ സൗകര്യം എന്ന് പറഞ്ഞാൽ ജലമാർഗ്ഗമേ ഉള്ളൂ. അങ്ങനെ ഇവർ ഈ സ്ഥലം തിരഞ്ഞെടുത്തു. സ്ഥലം തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇതിനൊരു പേര് കൊടുത്തു, ബേസ്റൗമ എന്ന. അതായത് ഒരു സുറിയാനി വാക്കാണ്, സ്വർഗീയ ഭവനം അഥവാ മലമുകളിലെ ഭവനം എന്ന് ഈ സ്ഥലത്തിന് ബേസ്റൗമ എന്നുള്ള പേര് കൊടുത്തു. അങ്ങനെ 1831 മെയ് മാസമായിരുന്നു ഇതിൻ്റെ ഇവിടെ പുതിയ ആശ്രമത്തിനുള്ള ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം, കേരളത്തിൽ അന്ന് ഈ രൂപതാ വൈദികർ മാത്രമേ ഉണ്ടായിരുന്നു. നമ്മുടെ ചാവറയച്ചനും പാലക്കലച്ചനും പൊരുകരച്ചനും എല്ലാം രൂപതാ വൈദികരായിരുന്നു. ഇവരിൽ നിന്നാണ് ഈ CMI എന്നുള്ള കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്, CMI സന്യാസ സമൂഹത്തിൻ്റെ തുടക്കവും ഈ 1831 മെയ് മാസം തന്നെയായിരുന്നു. ഭാരതത്തിൽ ആദ്യത്തെ സന്യാസ സമൂഹമായിരുന്നു. ചാവറയച്ചൻ തന്നെയാണ് സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള CMI സന്യാസ സമൂഹവും സ്ഥാപിച്ചത്. നമുക്കറിയാം, ഇന്ന് ഈ 2 സന്യാസ സമൂഹവും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യപ്പെട്ടു അല്ലേ. മിഷന് വേണ്ടിയിട്ട് ധാരാളം രാജ്യങ്ങളിലേക്ക് അവർ പോയി. പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ, കുടുംബങ്ങളുടെ നവീകരണം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ഒരു സന്യാസ സമൂഹത്തിലൂടെ ലോകത്തിന് വലിയൊരു സംഭാവനയായിട്ട്, സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറിക്കഴിഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഒരുപക്ഷെ ആരും അധികം ശ്രദ്ധിക്കപ്പെടാത്തൊരു മിഷൻ ഇവരുടെ ഉണ്ട്. അതായത് ചാവറയച്ചൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഇങ്ങനെയായിരുന്നു. ഇവിടെ ആശ്രമമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പം വീടുകളിൽ അമ്മമാർ അരി വെക്കത്തില്ലേ. അപ്പോൾ ഇവർ കഞ്ഞി വെക്കാനായിട്ട് അരി കഴുകുന്നതിന് മുമ്പ് ഒരു പിടി അരി അമ്മ എടുത്ത് മാറ്റി വെക്കണം. അത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളിന് സഹായം. അങ്ങനെ ഒരു പിടി അരിയുടെ ആ ഒരു സംസ്കാരം കുടുംബങ്ങളിലേക്ക് പങ്കുവയ്ക്കാനായിട്ട് ചാവറയച്ചൻ മുൻകൈ എടുത്തിരുന്നു. ചാവറയച്ചൻ ഈ മാന്നാനത്ത് വന്ന് ഈ സ്ഥലം വാങ്ങുന്ന സമയത്തെ ഇത് വലിയ കാടായിരുന്നു ഇവിടെ മുഴുവൻ. അന്ന് വലിയ ഇങ്ങനെ പാറയുടെ പുറത്ത് നമ്മളിങ്ങനെ വലിയ മല കയറത്തില്ലേ, അങ്ങനെ വലിഞ്ഞ് കയറിയാണ് ഇതിൻ്റെ മുകളിലെത്തിയിരുന്നത്. ഇനി ഇവിടെ നമ്മൾ 1846 സംഭവിച്ച ചാവറയച്ചനിലൂടെ വന്ന വലിയ 2 നന്മകളെക്കുറിച്ച് കേൾക്കാൻ പോവുകയാണ്. ചാവറപ്പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ചാവറപ്പിതാവിൻ്റെ സംഭാവനയെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആർക്കും മറക്കാനോ അവഗണിക്കാനോ പറ്റാത്തതാണ്. അതായത് പിതാവ് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാരായ ആൾക്കാർക്ക്, പ്രത്യേകിച്ചും മറ്റ് മതസ്ഥരുടെ ഇടയിലാണ് ഈ ഒരു ഉച്ചനീചത്വം ഉണ്ടായിരുന്നു. ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, അവർക്ക് ഒരു കാരണവശാലും സ്കൂളുകളിൽ പോകാനോ പഠിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പിതാവിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സ്കൂളാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ സാംസ്കാരിക ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. സംസ്കൃതം പഠിക്കാനായി ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അന്ന് അവസരം ഉണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ളവർക്ക് അവർക്കും കൂടി ഈ ഭാഷ പഠിക്കാനുള്ളൊരു വേദി ഒരുക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ എന്നുള്ളൊരാശയം. അത് കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ ചാവറയച്ചൻ ഒരുപാട് യത്നിച്ചു. ചാവറയച്ചൻ പറയുന്നൊരു കാര്യം ഇതാണ്, ഇപ്പം കാഴ്ചയില്ലാത്തവന് അവൻ്റെ ജീവിതം ഇരുട്ടാണ്. അതുപോലെ തന്നെയാണ് വിദ്യ എന്ന അറിവ് ഒരാൾക്ക് വെളിച്ചമാണ്. അത്രമാത്രം ഈ ഒരു വിദ്യാഭ്യാസത്തെ അത്ര പ്രാധാന്യത്തോടെ അച്ഛനെ കാണാൻ പറ്റി. അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയത്. അതിനോടൊപ്പം തന്നെയാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂനമാവിൽ എബ്രാസിയാമ്മ ഒരു ബോർഡിംഗ് സ്കൂളിൽ പോയ കാര്യമൊക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ. ആ ബോർഡിംഗ് സ്കൂൾ തുടങ്ങിയത് കൂനമാവിൽ ചാവറയച്ചൻ്റെ നേതൃത്വം. അപ്പോൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു വലിയ സ്വപ്നവും കേരളത്തിൽ സാക്ഷാത്കരിക്കാൻ മുൻകൈ എടുത്തത് നമ്മുടെ ചാവറയച്ചനാണ്. അപ്പോൾ 1846 അച്ഛൻ രൂപം കൊടുത്ത ഈ സംസ്കൃത കളരി എന്ന് പറയുന്നത് കേരള കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സ്കൂൾ കൂടിയാണ്. അപ്പോൾ അതിന് അത്രയും കൂടി ഒരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറ്റംപ്റ്റാണ് ആദ്യമായിട്ടൊരു അച്ചടി യന്ത്രം, പ്രസ് മാന്നാനത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അന്ന് ചാവറയച്ചൻ രൂപകൽപ്പന കൊടുത്ത ആ ഒരു മരത്തിൽ നിർമ്മിച്ച അച്ചടി യന്ത്രവും ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കിനി അകത്തേക്ക് പോയി അത് കാണാം. 1846 ഈ അച്ചടി യന്ത്രം ചാവറയച്ചൻ പണി കഴിപ്പിക്കുന്നത്. അച്ചടി യന്ത്രങ്ങളുടെ മുത്തശ്ശി എന്നാണിത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അച്ചടി യന്ത്രം പണി കഴിപ്പിക്കാനായിട്ട് അച്ഛനെ പ്രചോദിപ്പിച്ച കാര്യം, അച്ഛൻ സെമിനാരി വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് തന്നെ സുറിയാനിയിൽ നിന്നും തമിഴിൽ നിന്നും ഒക്കെ പ്രാർത്ഥനകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പണി അച്ഛനായിരുന്നു. അപ്പം ഒരു പ്രിൻറ്റിങ്
അങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ധാരാളം പ്രിൻ്റ് ചെയ്ത് ആളുകൾക്ക് എത്തിക്കാം. മലയാളത്തിലെ പ്രാർത്ഥന പുസ്തകങ്ങളൊന്നും അന്നില്ല. അപ്പോൾ ഈ സമയത്താണ് അച്ഛൻ ഇങ്ങനെ ഒരു വളരെ ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു നമ്മുടെ ചാവറയച്ചൻ. അച്ഛൻ അന്നേരം ഇങ്ങനെ ഒരു പ്രസ്സിനെ കുറിച്ച് ചിന്തിച്ചു. അന്ന് കേരളത്തിൽ 2 പ്രസ്സുകളാണ് ഉണ്ടായിരുന്നു. ഒന്ന് കോട്ടയത്ത് പ്രൊട്ടസ്റ്റൻറ്റുകാർ നടത്തുന്ന CMS പ്രസ്, പിന്നെ ഗവൺമെൻറ് വക നടത്തുന്ന തിരുവനന്തപുരത്തുള്ള ഈ 2 പ്രസ്സുകളാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു അച്ചടി യന്ത്രം രൂപകൽപ്പന കൊടുക്കണമെങ്കിൽ അച്ഛൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. അപ്പോൾ ആദ്യം ഒരു പ്രസ് പോയി കാണാം എന്നുള്ള ആഗ്രഹത്തോടെ അച്ഛൻ CMS പ്രസ് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതിങ്ങനെ മാന്ത്രിക വിദ്യയൊന്നും അല്ല, അങ്ങനെയൊന്നും പ്രസ്സൊന്നും തുടങ്ങാൻ പറ്റത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. അച്ഛനെ അവർ നിരുത്സാഹപ്പെടുത്തി അത് കാണാൻ പോലും അനുവദിക്കാതെ തിരിച്ചു വിട്ടു. പക്ഷെ അച്ഛൻ ഒട്ടും പുറകോട്ട് പോയില്ല. അച്ഛൻ നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കൊക്കെ പ്രാർത്ഥിച്ച് കർത്താവ് നയിക്കും എന്നൊരു ഉറപ്പിലാണ് അച്ഛൻ അവിടെ ചെല്ലുന്നത്. പ്രസിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ അച്ഛന് ഉടുപ്പൊക്കെ ഇട്ടുണ്ടല്ലോ, ലോഹയൊക്കെ ഇട്ടുണ്ടോ ചെല്ലുന്നത്. അപ്പോൾ ഒരു ചേട്ടൻ വന്ന അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി, ഒരാളെ കിട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് പ്രസ്സൊക്കെ ഒന്ന് കാണണം, അതിനു വേണ്ടിയാണ് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ എല്ലാ സൗകര്യം ചെയ്തു തരാം. അങ്ങനെ അച്ഛൻ അവിടെ താമസിച്ചു. പിറ്റേ ദിവസം പ്രസ്സിൻ്റെ ഈ മെഷീനൊക്കെ കണ്ട് അച്ഛൻ മനസ്സിൽ ഇത് പതിപ്പിച്ചിട്ടാണ് വന്നത്. ഇവിടെ വന്ന് അച്ഛൻ ആദ്യം ചെയ്തത് വാഴപ്പിണ്ടി കണ്ടിട്ടുണ്ട് നിങ്ങൾ, വാഴയുടെ പിണ്ടി. ആ വാഴപ്പിണ്ടി എടുത്തിട്ട് ഈ ഒരു അച്ചടി യന്ത്രത്തിൻ്റെ രൂപകൽപ്പന അച്ഛൻ തന്നെ പിണ്ടി കൊണ്ടുണ്ടാക്കി. എന്നിട്ട് ഒരു ആശാരിയെ ചെന്ന് കണ്ട് ആശാരിയെ കൊണ്ട് ഇത് പണി കഴിപ്പിച്ചു. ഇനി ഈ മരം കൊണ്ടുള്ള ഈ ഫ്രെയിം മാത്രം പോരാ, ഇതിനകത്ത് വെക്കാനുള്ള അച്ച് നിരത്താനുള്ള അത് ആ ലോഹത്തിനകത്ത് അക്ഷരങ്ങൾ, മലയാള അക്ഷരങ്ങൾ ഉണ്ടാക്കി, കറക്റ്റ് ഷേപ്പിൽ അക്ഷരങ്ങൾ ഉണ്ടാക്കി അത് പിടിപ്പിച്ചിട്ട് പിന്നെ മഷിയും പേപ്പർ ഉപയോഗിച്ച് വേണം പ്രിൻ്റ് ചെയ്യാൻ. കൊച്ചിയിലെ മെത്രാപ്പൊലീത്ത അച്ഛനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. പുറത്തുനിന്നൊക്കെ പേപ്പർ വന്നു. അങ്ങനെയാണ് ഈ പ്രിൻറ്റിങ് മെഷീൻ ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് 1846. ആദ്യമായിട്ട് അച്ഛൻ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശത്തിൻ്റെ ഒരു ചെറിയ നോട്ടീസാണ് ആദ്യം പ്രിൻ്റ് ചെയ്ത്. ശരിക്കും ഔദ്യോഗികമായിട്ട് ഈ അച്ചടി യന്ത്രത്തിൽ ആദ്യം പ്രിൻ്റ് ചെയ്ത പുസ്തകം അച്ഛൻ്റെ തന്നെ ഒരു പ്രാർത്ഥനാ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. നിങ്ങൾ ദീപിക പത്രം കണ്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ വരുത്തുന്നില്ലേ? ഈ ദീപിക പത്രത്തിൻ്റെ പഴയ പേര് നസ്രാണി ദീപിക എന്നുള്ള. ആ നസ്രാണി ദീപികയുടെ ആദ്യത്തെ കോപ്പിയും പ്രിൻ്റ് ചെയ്തത് നമ്മുടെ ഈ അച്ചടി യന്ത്രത്തിലാണ്. ഇനി ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇത് 2 പീസാണ്. ഈ ഫ്രെയിമിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ, അതായത് ബാക്കിലൊരു ഇത് വെച്ചിട്ട് ഇതിങ്ങനെ ചുറ്റിക്കുമ്പോഴത്തേക്ക് ഈ പോർഷൻ മുകളിലേക്ക് ഉയരും. അതിനകത്താണ് ഈ അച്ച് നിരത്തിയിട്ട് മഷി വെച്ച് താഴെ പേപ്പർ വെച്ചിട്ട് വീണ്ടും ഇത് കറക്കി താഴേക്ക് വീഴും. അങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് അത് പ്രിൻ്റ് ആവുന്നത്. മനസ്സിലായോ? ഇന്നത്തെ കാലത്ത് ഇത്രയും ദീർഘവീക്ഷണത്തോടെ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. ഇങ്ങനൊരു പ്രിൻറ്റിങ്, ഇങ്ങനൊരു മെഷീൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ ധാരാളം കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് പ്രാർത്ഥനാ പുസ്തകങ്ങളും എല്ലാം എത്തിക്കാമെന്നൊരു വലിയൊരു വിഷനോട് കൂടിയാണ് അച്ഛൻ ഇത് തുടങ്ങിയത്. ചാവറയച്ചൻ ഇവിടെ താമസിച്ചിരുന്ന മുറി ഈ ബിൽഡിങ്ങിനാണ്, മുകളിലാണ് മുറി. 1831 ഈ കെട്ടിടം പണി കഴിപ്പിച്ചത്. നമുക്ക് മുറിയുടെ അവിടേക്ക് പോയാലോ? വാ. നമ്മുടെ ചാവറയച്ചൻ 32 വർഷം താമസിച്ചിരുന്ന മുറിയായത്. ഇവിടെ അച്ഛൻ ഉപയോഗിച്ച വസ്തുക്കളാക്ക പഴയ രീതിയിലുള്ള കണ്ടോ, കസേര, തടിയുടെ കസേര, ഇരിക്കുന്ന ഭാഗം പ്ലാസ്റ്റിക് കൊണ്ട് വരിഞ്ഞിരിക്കുന്ന. ഇത് കയറുകട്ടിലാണ്. ചാവറയച്ചൻ മരിക്കുന്നത് 1871 ജനുവരി 3-നാണ്. അച്ഛൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, അതായത് ഒരുപാട് സഹനങ്ങളിലൂടെ കർത്താവ് അച്ഛനെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. നമുക്കറിയാം, പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിലെ 4-5 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്: കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ശരിക്കും അച്ഛൻ്റെ ഒരു ജീവിതത്തിലുടനീളം കർത്താവ് ഇങ്ങനെ സഹനത്തിലൂടെയും ക്ലേശത്തിലൂടെയൊക്കെ കൊണ്ടുപോയി. പക്ഷെ അവിടെയെല്ലാം അച്ഛന് കർത്താവിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്.
അച്ഛൻ്റെ പ്രധാനപ്പെട്ട മിഷൻ മേഖല ഒന്ന് വൈദികാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരിശീലനം, രണ്ടാമത് സമർപ്പിത സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പരിശീലനം, 3 ഏറ്റവും അധികം വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തിരുന്നു. ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളും വരുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് അല്ലേ. അപ്പോൾ കുടുംബങ്ങളിലുള്ള ഐക്യവും സ്നേഹവും ദൈവാശ്രയത്വവും വർദ്ധിപ്പിക്കാനായിട്ട് ധാരാളം കാര്യങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഇവിടെ മാന്നാനത്ത് 32 വർഷം ജീവിച്ചു. 24ാമത്തെ വയസ്സിലാണ് അച്ഛൻ വൈദികനാകുന്നത്. ഒരു ഏകദേശം 40 വർഷത്തോളം വിശ്രമമില്ലാതെ അച്ഛൻ ഓടി നടന്നു. ശാരീരികമായിട്ടും അച്ഛന് സഹനങ്ങളുണ്ടായിരുന്നു. അതായത് അച്ഛനൊരു വാദപ്പനി വരുമായിരുന്നു. വാദപ്പനി ഇങ്ങനെ പനി പിടിപെട്ട് കഴിഞ്ഞാൽ അതങ്ങ് കൂടി കഴിയുമ്പോഴത്തേക്കും കാല് നീര് വന്ന് വീർക്കും. പിന്നീട് ഇത് പൊട്ടും. കാല് പൊട്ടി അത് വ്രണമായിട്ട് ദിവസങ്ങളോളം കിടക്കും. ഇതിങ്ങനെ കൂടെ വരുമായിരുന്നു. മിക്ക അവസരങ്ങളിൽ ഈ വാദപ്പനി കൂടി കാല് പൊട്ടിയിട്ട് അച്ഛനിങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുമായിരുന്നു. പിന്നീട് അച്ഛൻ ഈ മരണത്തിലേക്ക് എത്തുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് 3 മാസം വരെ അച്ഛൻ കംപ്ലീറ്റ് ബ്ലൈൻഡായി. കാഴ്ച കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ അങ്ങനെ ഒരു സഹനത്തിലൂടെയും കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പം അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അച്ഛൻ്റെ വിശുദ്ധിയുടെ അടിസ്ഥാനം അച്ഛൻ്റെ ദൈവാശ്രയത്വമായിരുന്നു. എന്തു വന്നാലും അപ്പോൾ ഒരു പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി അച്ഛനുണ്ടാകുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നു, ഈശോ അറിയാണ്ടൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പം എല്ലാം ഈശോ അറിഞ്ഞാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആ ഈശോയോട് നമ്മൾ ചേർന്ന് നിന്നാൽ മതി. ഇതായിരുന്നു അച്ഛൻ്റെ എന്നും ഉണ്ടായിരുന്നൊരു ഉറപ്പ്. അതുപോലെ തന്നെയായിരുന്നു നമ്മൾ ഈ സമയം അച്ഛൻ്റെ ഈ കബറിടത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടി കേരളത്തിൽ ആ അച്ഛൻ ജീവിച്ചിരുന്ന 1819-ാം നൂറ്റാണ്ടിൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും, ധ്യാനമാകട്ടെ പ്രാർത്ഥനയാകട്ടെ, ഇതെല്ലാം പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, ഇതിൻ്റെയൊക്കെ ഒരു തുടക്കക്കാരൻ അച്ഛനായിരുന്നു. നമ്മൾ അച്ഛൻ്റെ ചാവറ സൂക്തങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മക്കളെ ദൈവോന്മുഖരായിട്ട് മാതാപിതാക്കൾ വളർത്തണം. മാതാപിതാക്കളുടെ കയ്യിലേക്ക് ദൈവം ഏൽപ്പിക്കുന്ന നിക്ഷേപങ്ങളാണ് കുഞ്ഞുങ്ങൾ. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അപ്പയുടെയും അമ്മയുടെയും കയ്യിലെ നിക്ഷേപങ്ങളാണ്. അപ്പം നിങ്ങളെ ദൈവോന്മുഖരായിട്ട് വളർത്താൻ അപ്പയ്ക്കും അമ്മയ്ക്കും പറ്റണം. അപ്പം നമ്മൾ ഈ സമയം ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു, എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. നിങ്ങളും ആ ഒരു കർത്താവിൻ്റെ വിളി അറിഞ്ഞ് മുമ്പോട്ട് പോകാനുള്ള കൃപ ഈ സമയം ചോദിക്കുന്നതിനോടൊപ്പം സെമിനാരിയിലും കോൺവെൻറ്റിലും ഒക്കെ ഫോർമേഷനിലായിരിക്കുന്ന എല്ലാ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും നമുക്ക് ഓർക്കാം. ഒപ്പം വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെയും ഓർക്കാം. നമുക്ക് വേണ്ടി ഈ സമയം ചാവറയച്ച സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് അല്ലേ. ഉത്തമമായ ഒരു ക്രിസ്തീയ കുടുംബം ആകാശമോക്ഷത്തിന് സമാനമാകുന്നു. വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ്റെ വളരെ പ്രശസ്തമായൊരു വാക്യമാണിത്. അച്ഛൻ്റെ നന്മ നിറഞ്ഞ ജീവിതം നമുക്ക് മുൻപിൽ നൽകുന്ന സന്ദേശം നമുക്കേവർക്കും വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത യാത്രയിൽ മറ്റൊരു ജീവിതവുമായി കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്മകൾ നേരുന്നു. നന്ദി. ബൈ.